പുള്ളിക്കാരൻ നമുക്കെതിരെ ആക്ഷൻസ് ഒന്നും എടുക്കില്ല എന്നുള്ളൊരു ധാരണയോടുകൂടി സംസാരിക്കുന്നവർ വരെയുണ്ട്. കോവിഡ് കാലത്ത് അടക്കം 24 hours അടക്കം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി. എന്തെല്ലാം ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, ചക്ക കറക്കുന്നു, ക്രെയിനിൽ കയറി തുള്ളുന്നു, ക്രെയിനിൽ ആകാശത്ത് പറക്കുന്നു, എല്ലാം ചെയ്തു. പുള്ളി ചെയ്ത ഭയങ്കരമായ ഒരു ക്രൈം അതാണ്. പിന്നെ എലക്ഷൻ കഴിഞ്ഞു, പോളിംഗ് കഴിഞ്ഞു, ഇനി മെയ് 4 വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അതിനിടയിൽ ശരിക്കും ചില വ്യക്തി അധിക്ഷേപങ്ങൾ അതിര് കിടക്കുന്നില്ലേ? സ്ഥാനാർത്ഥികൾ പലരും ഒരുപാട് അധിക്ഷേപങ്ങൾ നേരിടുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു പാർട്ടി എന്ന് പറയുന്നില്ല, പല സ്ഥാനാർത്ഥികളെ കുറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രോൾസ് ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ വരുന്നു. അതൊക്കെ സ്വാഭാവിക ഇലക്ഷൻ്റെ കാലഘട്ടത്തിൽ അതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പം അതൊക്കെ പ്രതീക്ഷിക്കണം. ഓക്കെ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാൻ അതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ഡോക്ടർ റോബിൻ എന്ന വ്യക്തി നമുക്ക് ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ കുറേ പേർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പാർട്ടിയിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ വരുന്ന കുറേ കാര്യങ്ങൾ ഡോക്ടർ ഇപ്പോൾ കേസിലേക്കൊക്കെ പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. കേസ് കൊടുക്കാൻ മാത്രം അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഒരു കാര്യം സംസാരിച്ചു, അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഫേക്കായിട്ട് കുറേ കാര്യങ്ങളെടുത്ത്, പറയാത്ത കാര്യങ്ങളെടുത്ത്, അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഡീഗ്രേഡിങ്ങിനെ അതിജീവിച്ച വ്യക്തിയാണ്. ഒരുപാട് ഡീഗ്രേഡിങ്, അതായത് ചെയ്തതും ചെയ്യാത്തതും പറഞ്ഞതും പറയാത്തതും എല്ലാം ആയിട്ട് ഒരുപാട് കാര്യങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ട്രോൾസിനൊക്കെ അഭിമുഖീകരിച്ച വ്യക്തി. പുള്ളിക്കാരൻ്റെ അങ്ങനെ ഒരുവിധം ട്രോൾസൊക്കെ, ചില ട്രോളുകളൊക്കെ എൻജോയ് ചെയ്യുകയും ചില ട്രോളുകളൊക്കെ അവോയ്ഡ് ചെയ്ത് വിടുകയും, പ്രത്യേകിച്ച് ഇങ്ങനെ അതിനൊന്ന് ഒരുപാട് പ്രതികരിച്ച് അവർക്കെതിരെയൊന്നും ഒരു കേസിനോ അല്ലെങ്കിൽ ഒരു സ്ട്രൈക്ക് കൊടുക്കാനോ അങ്ങനെയൊന്നും പോകാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ചില യൂട്യൂബേഴ്സിനാവട്ടെ, ചില ആളുകൾക്കാവട്ടെ ഡോക്ടർ റോബിനെ എന്തും പറയാം, പുള്ളിക്കാരൻ നമുക്കെതിരെ ആക്ഷൻസ് ഒന്നും എടുക്കില്ല എന്നുള്ളൊരു ധാരണയോടുകൂടി സംസാരിക്കുന്നവർ വരെയുണ്ട്. പക്ഷെ അതിര് കടന്ന് അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയ ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം നിയമ നടപടിയിലേക്ക് പോയിട്ടുണ്ട്. അതായത് കേസ് കൊടുക്കുകയും അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എല്ലാവർക്കും, കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാവുന്നതിൽ കുറച്ച് പേർക്കെങ്കിലും ആ ഡോക്ടറെ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചാനലുകൾ കണ്ടുകൊണ്ടിരുന്ന കുറച്ച് പേർക്ക് ആ കാര്യങ്ങൾ അറിയാവുന്നതാണ്. അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ ഫേക്ക് ന്യൂസായിട്ട് ഇറക്കി കുറേ പേര് ഡീഗ്രേഡ് ചെയ്തു. പിന്നെ പറഞ്ഞ ഇൻ്റർവ്യൂസിലൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും കേൾക്കാതെ, അല്ലെങ്കിൽ അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചിട്ട് അതിൽ വരുന്ന 1-2 വാക്കുകൾ എവിടെയെങ്കിലും എങ്ങനെ കട്ട് ചെയ്തെടുത്താൽ പുള്ളിയെ മോശക്കാരനാകാവുന്ന രീതിയിൽ കിട്ടും, ആ രീതിയിൽ കട്ട് ചെയ്തിട്ടുള്ള വീഡിയോകളും അങ്ങനെയൊക്കെ ഇറക്കി ആ പോർഷൻ മാത്രം റിയാക്ട് ചെയ്ത് അങ്ങനെയൊക്കെ പുള്ളിയെ ഒരുപാട് പേര് മോശപ്പെടുത്തി, അല്ലെങ്കിൽ എന്തോ ഒരു വ്യക്തിവൈരാഗ്യം തീർക്കുന്ന പോലെയാണ്. ഡോക്ടർ റോബിൻ എന്ന വ്യക്തി ഇതിനു മാത്രം എന്താണ് എല്ലാവരോടും ചെയ്തിരിക്കുന്നത്? ഇപ്പം നിലവിലുള്ള പല യൂട്യൂബേഴ്സും വളർന്നത്, അല്ലെങ്കിൽ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഡോക്ടറെ കുറിച്ച് മോശം പറയാൻ മാത്രം, അല്ലെങ്കിൽ നല്ലതൊന്നും പറയില്ല, ഡോക്ടറെ ഭയങ്കര ശത്രുവായി കാണുന്ന ചില യൂട്യൂബേഴ്സ് ഉണ്ട്. അവരൊക്കെ ചാനൽ തുടങ്ങിയത് തന്നെ ഡോക്ടർ എന്ന് പറഞ്ഞ കണ്ടന്റ് വെച്ചിട്ടാണ്. എല്ലാവരും ഇപ്പോൾ ഒത്തൊരുമിച്ച് ഡോക്ടറെ എങ്ങനെ അപമാനിക്കാം, എങ്ങനെ അപഹസിക്കാം, എങ്ങനെ പരിഹസിക്കാം നോക്കി നടക്കും. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഇതിനു മാത്രം വലിയ തെറ്റ് പുള്ളിക്കാരൻ എന്താണ് ചെയ്തത്? ആ പുള്ളി കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു 180 ഇനാഗുറേഷൻ നടത്തിയതിൽ 10-15 വേദികളിൽ പ്രേക്ഷകർ ആവശ്യപ്പെട്ട പ്രകാരം, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ എനർജി കണ്ടിട്ട് തന്നെ ലൗഡായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അലറൽ വീരൻ എന്നുള്ള ഒരു പേര് വീണു. അത് പുള്ളി പിന്നീട് ഇപ്പം കുറേ ആയിട്ട് അത് ആവർത്തിച്ചിട്ടില്ല. പക്ഷെ അത് എല്ലാ സ്ഥലത്തും പുള്ളിക്കാരൻ ഇങ്ങനെ അലറിക്കൊണ്ട് നടക്കുന്ന വ്യക്തിയൊന്നുമില്ല. ഭയങ്കരമായ ഒരു ക്രൈം അതാണ്. പിന്നെ എന്താണ്, പിന്നെ പുള്ളിയുടെ ജോലി ചെയ്യാൻ പോകുന്നില്ലെന്ന്, അതൊക്കെ പുള്ളിയുടെ ഇഷ്ടമല്ലേ? അതായത് ഡോക്ടർ ഡിഗ്രി ഉണ്ട്, അല്ലെങ്കിൽ ഡോക്ടറായി വർക്ക് ചെയ്തിട്ടുണ്ട് നേരത്തെ. ഇപ്പം വർക്ക് ചെയ്യാൻ പോകണോ, അതോ കുറച്ചു കാലം ലീവ് എടുത്ത് തൻ്റെ പാഷൻ്റെ പുറകെ പോയിട്ട് പിന്നീട് കുറച്ചു കാലം കഴിയുമ്പം മെഡിക്കൽ ഫീൽഡിലേക്ക് പോകണോ, അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും തീരുമാനിക്കാനുള്ള അവകാശം പുള്ളിക്കുണ്ടല്ലോ. അതൊക്കെയാണ് പുള്ളി ചെയ്യുന്ന വലിയ അപരാധങ്ങൾ. ഇപ്പം ചെയ്ത വലിയൊരു തെറ്റെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലേക്ക് പോയി. അതായത് നമ്മൾ മെജോറിറ്റി ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ ചിലർക്ക് ഭയങ്കരമായിട്ട് വിരോധമുള്ള രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയി.
ആറാട്ടണ്ണൻ്റെ ഒന്നും കാര്യം പറയാൻ ആഗ്രഹിച്ചിട്ടില്ല, എങ്കിലും പറയാണ്. പുള്ളിക്കാരനൊക്കെ പറഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ MBBS പൈസ കൊടുത്ത് വാങ്ങിയതാണ്, വ്യാജ ഡോക്ടറാണ്. ഇതൊക്കെ ഒരു പ്രൊഫഷനെ, ഒരു വ്യക്തിയുടെ തൊഴിലിനെ, അല്ലെങ്കിൽ ഒരു വ്യക്തി നേടിയെടുത്ത അയാളുടെ ഡിഗ്രിയെ, അല്ലെങ്കിൽ അയാളെ ആ ഒരു കരിയറിനെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ യൂട്യൂബ് സംസാരിക്കുന്നുണ്ടായിരുന്നു, MBBS അല്ലേ എടുത്തുള്ളൂ, MBBSനൊന്നും ഒരു വിലയില്ലെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നാൽ, അല്ലെങ്കിൽ ഒരു സാധാരണ ഹോസ്പിറ്റലിൽ ചെന്നാൽ OPയിലും അല്ലെങ്കിൽ അത്യാഹിത വിഭാഗത്തിലും എമർജൻസി വിഭാഗത്തിലും വാർഡിൽ IP പേഷ്യൻസിൻ്റെ നൈറ്റ് ഇൻചാർജ് ആയിട്ടും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവുന്ന MBBS ഡോക്ടർമാരല്ലേ. ഡോക്ടർ ആവാൻ MBBS ഡിഗ്രി മതി. പിന്നീട് ഒരു കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ മാത്രം MD എടുക്കാം. MBBS ഉള്ളവന് പിന്നീട് MD എടുക്കാം എന്ന് മാത്രം. ഇതിലുള്ള എല്ലാ ഡോക്ടർമാരും MD എടുത്ത് അങ്ങനെ പോവുകയാണ്. നമ്മളിപ്പോൾ സാധാരണ പെട്ടെന്നൊരു അസുഖത്തിൽ അല്ലെങ്കിൽ എല്ലാം ചെല്ലുമ്പോൾ നമ്മളെ പരിചരിക്കുന്നതും നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാവട്ടെ എല്ലായിടത്തും MBBS ഡോക്ടർമാർ തന്നെയാണ്. ഈ ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ സമയം കണക്കാക്കി അങ്ങനെ അത്ര പെട്ടെന്നൊക്കെ രോഗികൾക്ക് ആക്സസ് ആവാത്ത രീതിയിലാണ് MD എടുത്ത് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാരുണ്ടാകുന്നത്. അത് വലിയൊരു പദവിയാണ്, ഓക്കെ, അംഗീകരിച്ച് എന്ന് വിചാരിച്ച് MBBS എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ആ ഒരു രീതിയിൽ എനിക്ക് MBBS മതി, വീണ്ടും MD ഒക്കെ എടുത്ത് ആ ഒരു രീതിയിൽ പോകാനായിരിക്കില്ല ഡോക്ടർ ആഗ്രഹിച്ചത്. അതുകൊണ്ട് MBBS മാത്രമേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഇവനെ ഡോക്ടർ എന്ന് വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറയണേ. എങ്ങനെയാണ് ഡോക്ടർ ആയെന്നൊക്കെയാണ്. 7 വർഷം ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ IP പേഷ്യൻ്റ് ഇൻചാർജായിട്ട് വർക്ക് ചെയ്ത വ്യക്തിയാണ്. ഒരു പരാതി പോലും ഉണ്ടാവാതെ കോവിഡ് കാലത്തടക്കം 24 hours അടക്കം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഇങ്ങനെ ഇട്ട് ആക്ഷേപിക്കുന്നത്. എന്തിൻ്റെ പേരിലാണ്? ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ജോയിൻ ചെയ്തതിൻ്റെ പേരിലോ? എല്ലാ പാർട്ടിക്കാരുടെയും കലാശക്കൊട്ടിൽ എന്തെല്ലാം ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, ചക്ക കറക്കുന്നു, ക്രെയിനിൽ കയറി തുള്ളുന്നു, ക്രെയിനിൽ ആകാശത്ത് പറക്കുന്നു, എല്ലാവരും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന കുറച്ച് പേര് ഡോക്ടർ റോബിൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, പുള്ളിയെ ട്രോളാൻ വേണ്ടി എന്തെങ്കിലും കിട്ടുമോ, അങ്ങനെ മാത്രം നോക്കിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് ട്രോൾസുകൾ ഒക്കെ വരുന്നുണ്ട്, ഫേക്ക് ന്യൂസുകൾ. അപ്പം ഒരു സ്ഥാനാർത്ഥിക്കെതിരെ വ്യാജ വാർത്ത അടിച്ചിറക്കിയാൽ അത് തെറ്റാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കേസിലേക്ക് തന്നെ പോകുമെന്നുള്ള രീതിയിൽ ഡോക്ടർ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. പൈസ കൊടുത്ത് വാങ്ങിയ ഇത് MBBS എടുത്ത ഡോക്ടർ ആവില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിനൊക്കെ എതിരെയുള്ളൊരു നടപടി എന്തായാലും ഉണ്ടാവും എന്നാണ് സൂചന. അതായത് പുള്ളിയുടെ വാക്കിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. ആ വ്യക്തിയുടെ ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ ഓരോരോ നല്ല വിഷനുള്ള പുള്ളിക്കാരൻ ഏത് പാർട്ടിയെന്നല്ല, പാർട്ടിക്കും മതത്തിനും ഒക്കെ അതീതമായിട്ട് പുള്ളി ഒരു അത്യാവശ്യ വിഷനുള്ള നല്ലൊരു ചെറുപ്പക്കാരനാണ്. പുള്ളിയുടെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ. പക്ഷെ ആ ഇൻ്റർവ്യൂ ഒന്ന് ഫുള്ള് കാണണ്ടാർക്കും, ഫുള്ള് കാണാതെ അല്ലെങ്കിൽ കണ്ടെങ്കിൽ തന്നെ കണ്ടില്ലെന്ന് നടിച്ചിട്ട് അതിലുള്ള ചെറിയ ചെറിയ പോർഷൻസ് എടുത്തിട്ട് ഇങ്ങനെ അപമാനിക്കാൻ വേണ്ടിയുള്ള വീഡിയോസ് ഇറക്കുന്നത്, അതിനോട് ഒരു തരത്തിൽ യോജിക്കാൻ സാധിക്കില്ല. ഇതിനെതിരെ ഡോക്ടർ നടപടി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പുള്ളിയുടെ സ്വഭാവം അനുസരിച്ച് എപ്പോഴും വിട്ടുകളയാറാണ് പതിവ്. പക്ഷേ ഇതങ്ങനെ വിട്ടുകളയാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കാര്യത്തിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.